ഹലോ, വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സി യു ടിയുടെ പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് കാണുക. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. സോ നമുക്കറിയാം, ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണുള്ളത്. ഒന്ന് സിലബസും മറ്റൊന്ന് PYQs എന്നുള്ളതാണ്. ദെൻ എല്ലാവരും സിലബസ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ടാവും അല്ലെ? ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതും ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് എന്തായാലും സിലബസിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ദെൻ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ കയ്യിൽ എന്തുണ്ടോ അതായിരിക്കും നമ്മളെ റിസൾട്ട് ഒരു പോസിറ്റീവായ സംഭവം ഉണ്ടാകുന്നത്. ഒരു പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ത്രൂ ഓൺലി PYQs മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എല്ലാവരും സിലബസ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ എന്തുണ്ടാവണം? മോർ PYQs നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് PYQs നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമോ? സോ PYQs ആണ് നമ്മുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പം ഒരാള് രണ്ടുപേര് CUTക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിചാരിക്കാം. അതിൽ രണ്ടുപേരും സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരാൾ 500 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ 500 ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആണ്. മറ്റൊരാള് 1000 ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ 1000 ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ റിസൾട്ടിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. സോ നമ്മൾ ആ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമ്മുടെ റിസൾട്ട് എങ്ങനെ പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് PYQs വെച്ചുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ. ചിലപ്പം പല ആളുകളും ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ലാസ്റ്റ് ടൈമിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആൾക്ക് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാതെ. അപ്പൊ അതിന് നമുക്ക് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ്. PYQs നിന്ന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, PYQs വെച്ചുകൊണ്ട് കൃത്യമായി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്സ് കാണുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ CUT എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ഇയറിൽ CUT നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും നമ്മൾ കളക്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം, CUTയുടെ 2022 മുതലാണ് CUT നടന്നിട്ടുള്ളത്. ആ 2022 സ്ലോട്ട് 1 ഉണ്ടാവും, സ്ലോട്ട് 2 ഉണ്ട്. ചില എക്സാമുകൾക്ക് 2 സ്ലോട്ട് നടന്നിട്ടുണ്ടാവും. അപ്പം എത്രത്തോളം സ്ലോട്ട് കാണുന്നുണ്ടോ ആ സ്ലോട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്യാനുള്ളതാണ്. 2022 ഉണ്ടാവും, 2023 ഉണ്ടാവും, 2024 ഉണ്ടാവും. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് നമുക്ക് CUTയുടെ സ്ട്രക്ചറിലുള്ള പ്രീവിയസ് ഇയർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് മുന്നേ CUCET ഉണ്ടായിരുന്നു, അതും നമുക്ക് എന്താ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. കാരണം NTA തന്നെയാണ് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സിലബസിൽ നിന്ന് എക്സാമിനേഷൻ ബോർഡ് നമ്മോട് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ശരിക്കും എന്തിൽ നിന്നാണ്? ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്നാണ്. സോ മിനിമം നമ്മൾ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് അല്ലേ? ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു എക്സാം എഴുതുന്ന പോലെ നമ്മൾ എന്താക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം ഒരു സെറ്റിൽ 75 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ 75 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്താക്കുക, ഒരു ടൈമർ വെച്ചിട്ട് വന്ന് നമുക്കറിയാം 1.5 അവർ ആണ്, ഇപ്പൊ 90 മിനിറ്റ്സ് ആണ് ഇപ്പൊ നമുക്ക് എക്സാം ഉള്ളത്. ഒരു ടൈമർ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, അതിൽ ആൻസർ ചെയ്യാൻ പോകും. ഒരു പക്ഷെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 75 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു പക്ഷേ 5 അല്ലെങ്കിൽ 6 മാക്സിമം ഒരു 10 ഒക്കെ ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഡോണ്ട് വെറി, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താക്കുക, നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൻസറുകൾ നമ്മൾ ചെയ്തു വെക്കുക. അത് വളരെ കുറഞ്ഞ ആൻസേഴ്സ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂ, വിഷമിക്കണ്ട. ദെൻ സ്റ്റെപ്പ് 3 നമ്മൾ കടക്കാൻ പോവുകയാണ്. സ്റ്റെപ്പ് 3 എന്താണ്? ഫൈൻഡ് ഓൾ ആൻസേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. നമുക്ക് എന്തൊക്കെ റിസോഴ്സുകൾ ഉണ്ടോ ആ റിസോഴ്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ?
അതായത് 75 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ 75 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടിയ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫെമിലിയർ ചെയ്തു, അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കിട്ടി. ഇനി അടുത്ത വർഷം അടുത്ത തവണ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ആൻസർ കിട്ടാവുന്ന രീതിയിൽ നമ്മളത് അതിന്റെ ആൻസറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് സ്റ്റെപ്പ് 3 എത്തുമ്പോൾ. ദെൻ സ്റ്റെപ്പ് 4 ആണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം ഉണ്ടാവും, സോറി, ഒരു ക്വസ്റ്റ്യൻ അതിന് എന്താണ് 4 ഓപ്ഷനുകൾ നമുക്ക് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും 4 ഓപ്ഷൻ, അതായത് ചോദ്യവും ആൻസറും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ദെൻ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷനുകളിൽ ഒരു ചോദ്യത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ ആൻസറേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ അവിടെ വെറുതെ കിടക്കുകയാണ് അല്ലെ. ഈ 3 ഓപ്ഷനുകൾക്ക് ഒരു പക്ഷേ ചോദ്യമായിട്ടോ ചോദ്യത്തിന് ആൻസറുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവും. ഒരു 90% ചോദ്യങ്ങളുടെ ഓപ്ഷൻസിലും ആ ചോദ്യവുമായിട്ടും ബാക്കി എല്ലാ ഓപ്ഷൻസിലും എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ടാവും. ഒരു 10% മാത്രമേ ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ റിലേഷൻസ് ഉള്ള ആ ഒരു ഏരിയയുമായി, നമ്മുടെ ചോദ്യത്തിൽ വന്നുള്ള ഏരിയ എന്താണോ ആ ഏരിയയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ ആ ഓപ്ഷനുകൾക്ക് നമ്മൾ എന്താക്കുക, ഒരു ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഓരോ ഓപ്ഷനും നമുക്ക് ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എത്ര കിട്ടും, എന്ത് കിട്ടും, 75 ക്വസ്റ്റ്യന് പുറമെ നമുക്ക് വീണ്ടും ഒരു അഡീഷണൽ 3x75, ഏകദേശം 225ഓളം, അല്ലെങ്കിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് 300 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആവും അല്ലെ. അത് ഓരോ നമ്മൾ ഓരോ ഓപ്ഷനുകൾ ഉണ്ടാക്കുന്നു, ഓരോ 4 ഓപ്ഷനുകൾ ഉണ്ടാവുന്നു. ആ 4 ഓപ്ഷൻ ഓൾറെഡി ചോദ്യം ഉള്ളത് കൊണ്ട് തന്നെ 75 ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും. നെക്സ്റ്റ് ഉള്ള 3 ഓപ്ഷനുകൾക്ക് നമ്മൾ ആൻസർ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 225 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഫെമിലിയർ ആവുന്നുണ്ട്. ദെൻ ടോട്ടൽ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്, 300 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഫെമിലിയർ ആയി. ഇങ്ങനെ നമ്മൾ ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് എത്ര ഉണ്ടാവും, 5 into 300, 1500 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫെമിലിയർ ആയി. ദെൻ നമ്മുടെ മിനിമം സെറ്റ് ആണ് 5 സെറ്റ്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യുമ്പോൾ 10 സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 3000 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ ഒരു സിലബസിൽ നിന്ന് കവർ ചെയ്യാവുന്ന അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അതിനേക്ക് വിശാലമായ ഒരു ഏരിയ നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി കാണിച്ചിട്ട് ചെയ്യാം. ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. മാർബിൾ ക്യാൻസർ ഇൻ താജ്മഹൽ ഈസ് മെയിൻലി കോസ്ഡ് ബിക്കോസ് ഓഫ് എക്സ്പോഷർ ടു. എന്തോ ഒന്നിന്റെ കാരണം കൊണ്ടാണ് താജ്മഹലിന് മാർബിൾ ക്യാൻസർ ഉണ്ടാകുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്, സൾഫർ ഡയോക്സൈഡ് നമുക്ക് അറിയാം. ബാക്കി 3 സംഭവങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. ഈ 3 സംഭവങ്ങളുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റുകൾ, നമ്മൾ 3 പോയിന്റുകൾ ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ നോക്കുക, ഞാനിവിടെ ബയോഗ്യാസ് എടുക്കുന്നു. ഓക്കെ, ബയോഗ്യാസ് എടുക്കുന്നു. ബയോഗ്യാസ് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ബയോഗ്യാസ്, എന്താണ്, ബയോ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു ഗ്യാസ് ബയോഗ്യാസ് എന്നുള്ളത്. അപ്പം ആ ഒരു ബയോഗ്യാസ് എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ ബയോഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പോയിന്റുകൾ, ബയോഗ്യാസിന്റെ വേസ്റ്റ് ആണ് സ്ലറി. ആ സ്ലറി എന്താ, നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ 2 പോയിന്റുകൾ പഠിച്ചു അല്ലെ, ബയോഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പോയിന്റുകൾ പഠിച്ചു. ദെൻ അതുപോലെ തന്നെ എന്താ പറയാ, ദെൻ നെക്സ്റ്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. ഹൈഡ്രജൻ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഒരു ഫ്യൂവൽ ആണ് ഹൈഡ്രജൻ. അവിടെ തന്നെ 2 പോയിന്റ് വീണ്ടും പഠിച്ചു അല്ലെ. അപ്പം ഹൈഡ്രജന്റെ ആൽക്കഹോളിലെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ഹൈഡ്രജൻ ആണ്. ഇപ്പൊ 3 പോയിന്റ് ആയി. അപ്പം നമുക്ക് കിട്ടാവുന്ന മാക്സിമം പോയിന്റുകൾ നമ്മളവിടെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. ഇപ്പം ബയോഗ്യാസിന്റെ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കുക. പിന്നെ ഹൈഡ്രജന്റെ ഇഷ്യൂസുകൾ, ഹൈഡ്രജൻ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ഇപ്പൊ ഹൈഡ്രജൻ ഭയങ്കര ഇൻഫ്ലേമബിൾ ആണ്, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, ഇറ്റ്സ് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. ദെൻ സൾഫർ ഡയോക്സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൾഫർ ഡയോക്സൈഡ് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് പഠിക്കാം. എന്താണ്, ആസിഡ് റെയിൻ കാരണമാകുന്ന മെയിൻ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആരാണ്, സൾഫർ ഡയോക്സൈഡ് ആണ്. ദെൻ ഫോർത്ത് എന്താണ്, കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്താണ്, കാര്യം നമ്മളൊരു പൊല്യൂട്ടന്റ് ആണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് കാരണമായിട്ട് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, പല പ്രശ്നങ്ങൾ, ബ്രീത്തിങ് പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. നമുക്ക് ഒരു പാർഷ്യൽ കമ്പഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാർബൺ മോണോക്സൈഡുകൾ
അന്തരീക്ഷത്തിലുമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മാറുകയും അവിടുന്ന് ആ കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് എന്ന് തുടങ്ങിയ ഒരുപാട് പോയിന്റുകൾ ഞാൻ അവിടെ പഠിച്ചു. അപ്പൊ എനിക്ക് ഏകദേശം ആ ഒരു ഏരിയാസിലുള്ള ഒരുപാട് ബയോഗ്യാസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സിലബസിലുള്ള ചിലപ്പോൾ ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് ആയേക്കാം. ഇങ്ങനെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു എന്താ പറയാ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവായ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ മിനിമം ഞാൻ പറഞ്ഞത് 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം തന്നെ നോക്കുന്നുണ്ട് 1500 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിഗർ ആവും. അതായത് ഒരുപക്ഷെ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിനേക്കാൾ ഇമ്പാക്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് സെറ്റുകൾ 10 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്കവിടെ 3000 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയറൈസ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടി വരും. ഇപ്പം ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താവേണ്ടി വരും, നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവേണ്ടി വരും. പഴയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഇപ്പം 2024 സോറി 2022 ലോകകപ്പ് വേൾഡ് കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ളത് ആരാണെന്ന് ചിലപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് മാത്രം പഠിച്ചാൽ പോരാ, അതിനുശേഷം നടന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് 5th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ അത് പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു തവണ എക്സാമിന് പോയ, പക്ഷെ ഈ തവണ ചോദിക്കുന്നത് 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും കൂടി പഠിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ എന്താ പറയുക നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ നമ്മുടെ റിസൾട്ടുകൾ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.